പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനസാക്ഷി മരവിച്ചു പോയ കുറച്ച് മനുഷ്യരുടെ കാര്യം, ജീവിതം ഒക്കെ ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അർഷിദിന്റെ ശരീരത്തിൽ 51 മുറിവുകളെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കുഞ്ഞിന്റെ ശരീരത്തിൽ പലയിടത്തും പഴയ മുറിവുകളും എല്ലിനൊടിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. സനിസ വിവരങ്ങളുമായി ചേർന്നുണ്ട് നമുക്കിപ്പം. സനിസ, ഇത് മനുഷ്യന്റെ മനസാക്ഷി തന്നെ മരവിച്ചു പോയ ഒരു സംഭവം. ഇത്രയേറെ ക്രൂരത എങ്ങനെ ഒരു കുഞ്ഞിനോട് ചെയ്യാൻ ഒരാൾക്ക് കഴിയും? അതും പ്രസവിച്ച അമ്മയ്ക്ക്, അമ്മ നോക്കി നിൽക്കെ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴും ഞെട്ടലോടുകൂടി മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞിൻ്റെ സംസ്കാരം അടക്കം കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? സേതു, തീർച്ചയായിട്ടും നെടുമങ്ങാട് ഇത്തരത്തിൽ 1.5 വയസ്സുകാരൻ അതിക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ പോലീസ് ആദ്യഘട്ടത്തിലുള്ള പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ശരീരത്തിൽ, അതായത് ഈ 1.5 വർഷ കാലയളവിൽ കുഞ്ഞിൽ ഗുരുതരമായ മർദ്ദനമാണ് ഇത്തരത്തിൽ രണ്ടാം പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുഞ്ഞിൻ്റെ ശരീരത്ത് 51ഓളം പാടുകളുണ്ട്, പൊള്ളലേറ്റ പാടുകളുണ്ട്. ഇത് മാത്രമല്ല, കുഞ്ഞിൻ്റെ എല്ലുകന് ഉൾപ്പെടെയുള്ളതിൽ പൊട്ടലുകളുണ്ട് എന്നുള്ള വ്യക്തമായ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടെയാണ് കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇപ്പോൾ ഞാൻ ഉള്ളത് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ വീട്ടിലാണ്. നമുക്ക് പിതാവിൻ്റെ അച്ഛൻ തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ചേട്ടാ, വളരെ ദുഃഖകരമായ സാഹചര്യമാണ്, നമുക്കറിയാം. ഇപ്പോൾ ഈ കുഞ്ഞ് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഞാൻ ഈ കുഞ്ഞിൻ്റെ ഈ കാര്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞിൻ്റെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്നൊരു സുഹൃത്ത് മുഖേന ഞാൻ അറിഞ്ഞു. അത് അറിഞ്ഞ പ്രകാരം കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അവർ ആയിട്ട് ബന്ധപ്പെടുകയായിരുന്നു. ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരു ഡാൻസറാണ്. അപ്പോൾ ഈ ട്രൂപ്പ് നടത്തുന്നത് അനു എന്ന് പറയുന്നൊരു ഡാൻസ് ടീച്ചറാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അവനെ ഞങ്ങൾ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അനു ടീച്ചർ പറഞ്ഞു, ഞാൻ പാലക്കാട് നിൽക്കുകയാണ്, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കാം എന്നുള്ളൊരു ധാരണയിൽ നിൽക്കവെയാണ്. പിന്നെ ഈ പലതവണ വിളിച്ചിട്ടും ഈ അനു ടീച്ചർ ഫോൺ എടുക്കുകയോ ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിട്ട് പോലും ഈ ഫോൺ കോൾ പോലും ചെയ്ത് എന്നോട് ചോദിച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഇവരും ഈ അസ്കറും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇവർ ഒളിച്ചു നിന്ന് ഇത് എന്താണ് ഇവർ മറച്ചു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ എൻ്റെ മകനും ഈ അഖിലെ കുഞ്ഞിൻ്റെ അമ്മയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തിയത് തന്നെ ഈ അനു എന്ന് പറയുന്ന ടീച്ചറാണ്. അവരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. പക്ഷേ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് അവർ ഇത്രയും സമയമായിട്ട് പോലും ഒരു ഫോൺ കോൾ പോലും എന്നെ ചെയ്തിട്ടില്ല. അവരുടെ ഈ മാറി നിൽക്കലിലും ഒരു ദുരൂഹതയുണ്ട്. ചേട്ടാ, മറ്റൊരു കാര്യം, ഈ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കൈക്ക് പരിക്കേറ്റ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ ക്രൂര മർദ്ദനം ഏൽക്കുമ്പോൾ നിങ്ങൾ ആരും ഇത് അറിഞ്ഞിരുന്നില്ലേ എന്നുള്ളതൊരു മറ്റൊരു ചോദ്യമാണ്. അതാണ് പറഞ്ഞത്, അറിഞ്ഞിരുന്നില്ല. കുഞ്ഞുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടും അവർക്ക് ബന്ധുക്കളായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ നമ്മളിലായിരുന്നു. 3 മാസം ഗർഭിണി ആയിരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ മകൻ മരണപ്പെടുന്നത്. ആ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് പോയതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച് ഹോസ്പിറ്റലൈസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അറിയിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാനും ഒരു അനുമതിയില്ല. കുഞ്ഞിൻ്റെ നൂലുകെട്ട് നമ്മൾ അറിയിച്ചില്ല. അവളെ അമ്മ പലരോടും ഇത് വീരവാദം മുഴക്കൊണ്ട് നടന്നു. ഒരു കാരണവശാലും എൻ്റെ അമ്മുമ്മയെ, എൻ്റെ ഭാര്യയെ കാണിക്കില്ല എന്നൊരു വീരവാദം ഈ അഖിലയുടെ അമ്മ തന്നെ മുഴക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ അങ്ങോട്ട് പോയി അവരോട് ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും 10-20 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ അടുത്ത് വരും എന്നൊരു പ്രതീക്ഷയോടെയാണ് നമ്മളിരുന്നത്. അതിനിടയ്ക്ക് വെച്ചാണ് ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഏറ്റുവളർത്തിക്കൊള്ളാം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഞാൻ തിരിഞ്ഞത്. ആ ഒരു സന്ദർഭം എന്നെ വിളിച്ചറിയിച്ചത് ഈ അനു ടീച്ചറാണ്. അതിനുശേഷം ഇതേവരെയും അനു ടീച്ചർ രംഗത്ത് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എങ്ങനെയാണ് നിയമപരമായിട്ട് തന്നെ? നിയമപരമായി തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഈ നിയമ നടപടികൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് അതിന് എന്നെക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ഞാൻ ഇതിനോട് കൂടെ ഉണ്ടാവും.
അപ്പോൾ അങ്ങനെ തന്നെയാണ് സ്വേതു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുഞ്ഞിനെ കാണാൻ പോലും ഈ പിതാവിൻ്റെ അച്ഛന് അല്ലെങ്കിൽ കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല. അവർ നിരന്തരമായി കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിനെ വീണ്ടും കിട്ടണമെന്നും അല്ലെങ്കിൽ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇവരെ സമീപിച്ചിരുന്നു. യാതൊരു തരത്തിലും കുഞ്ഞിനെ കാണാൻ പോലും ഇവരെ അനുവദിച്ചിരുന്നില്ല. ഈ 1.5 വർഷ കാലയളവ് കുഞ്ഞ് ഗുരുതരമായ പീഡനത്തിനാണ് ഇരയായിരുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ ശരീരമാകത്ത് നമുക്കറിയാം 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ ശരീരത്ത് 51 മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത്രമേൽ ക്രൂരമായ മർദ്ദനമാണ് ഈ രണ്ടാം പിതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇതിൽ ഇനി നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇനി വ്യക്തമാകേണ്ടത് ഈ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് എന്തൊക്കെ പങ്കുകളാണ് ഇതിൽ ഉള്ളത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതിൻ്റെ അറിവുണ്ടായിരുന്നോ? കൂടുതൽ വിവരങ്ങളാണ് എന്തായാലും ഇനി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഈ അച്ഛൻ്റെ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്തുനിന്ന് വ്യക്തമായി പറയുന്നുണ്ട് നിയമപരമായി ഇനി മുന്നോട്ട് പോകും. ഇതിൽ യാതൊരു ഒരു തടസ്സവുമില്ല. അത് മാത്രമല്ല മറ്റൊരു ആരോപണവും കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്. അതായത് ഈ അമ്മയുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഡാൻസ് ടീച്ചറായ ആ സ്ത്രീയിൽ മേൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് വ്യക്തമായി ഇതിലൊരു പങ്കുണ്ട് എന്നും കൂടി എന്തായാലും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം, കൂടുതൽ തെളിവുകൾ പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് സേതു നമുക്കും പറയാനുള്ളത്. കാരണം അത്രമാത്രമാണ് ഒരു 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ്. അതിന് അത്രയും വലിയൊരു വേദന അല്ലെങ്കിൽ ഈ 1.5 വയസ്സ് കാലയളവിൽ ഇത്രമാത്രം ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി പുറത്തു വരണം. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. നിശ്ചയമായിട്ടും സനിറ്റ ഇപ്പം ഈ പോലീസ് നടപടികൾ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ട്? ഇപ്പം ഈ അഷ്കർ അയാളും ഈ കുഞ്ഞിന്റെ അമ്മ രണ്ടുപേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പം ചോദ്യം ചെയ്യലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വേതു ഈ മാതാവിനെയും രണ്ടാം പിതാവിനെയും എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിൽ വ്യക്തമായി ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉള്ളത്. അതായത് ഇത്തരത്തിൽ ഈ 1.5 വർഷം ഞാൻ പറഞ്ഞില്ലേ, ഈ 1.5 വർഷ കാലയളവ് മുന്നേ നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കുട്ടിയുടെ കൈകൾക്ക് പരിക്കുണ്ടായിരുന്നു. ഈ കൈകൾക്ക് വ്യക്തമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇത് കുടുംബം ആരോപിക്കുന്നത് പോലെ തന്നെ ഇതിനു മുന്നേയും കുട്ടിക്ക് നിരന്തരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ഇവർ അതായത് ഈ അച്ഛൻ പറഞ്ഞ സാഹചര്യം അല്ലെങ്കിൽ അമ്മ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുട്ടി സൈക്കിളിൽ നിന്ന് വീഴുന്നതിനെ തുടർന്നാണ് പരിക്കുകൾ ഉണ്ടായത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പ്രതികരിക്കുന്നത് പോലെ അത്തരത്തിൽ സൈക്കിളിൽ നിന്ന് വീണാൽ കുട്ടിക്ക് ശരീരത്ത് പരിക്കുകൾ ഉണ്ടാകുമായിരുന്നു. സൈക്കിളിൽ നിന്ന് വീഴുന്ന ഒരു പരിക്കല്ല കുഞ്ഞിനുണ്ടായത്. കുഞ്ഞിൻ്റെ കൈകൾ രണ്ടും ഒടിവ് സംഭവിക്കുന്ന തരത്തിൽ പ്ലാസ്റ്റർ ഇടുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ നിരന്തരമായി കുഞ്ഞിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ നശിപ്പിക്കാൻ തരത്തിൽ അല്ലെങ്കിൽ കുന്നുകളയാൻ തരത്തിൽ തക്കവണ്ണം ഉദ്ദേശത്തോടെയാണ് കുഞ്ഞിനെ മർദ്ദിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കർശനമായ നടപടി എടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ അച്ഛനെയും അമ്മയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, എന്തായാലും യാതൊരു തരത്തിലും ഇതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകരുത്. ഈ കുഞ്ഞിന് മരണകാരണം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കാൻ ഇടയായ അല്ലെങ്കിൽ കാരണമായ ഈ അച്ഛനും അമ്മയ്ക്കെതിരെ എന്തൊക്കെയാണ് ആരോപണങ്ങളെന്നോ അമ്മയ്ക്കിതിൽ പങ്കുണ്ടോ എന്നൊക്കെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും കർശനമായ നടപടി തന്നെ വേണം. പോലീസ് അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അത് വ്യക്തമാകും. സേതു. ഓക്കെ സനിറ്റ, ശരി. മനസാക്ഷിയെ നടുക്കിയ ക്രൂരതയാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഇപ്പം ഈ കൊച്ചിൻ്റെ ഈ കൈ ഒടിഞ്ഞതുമായി ബന്ധപ്പെട്ട് സനിറ്റ പറയുകയുണ്ടായി. നമ്മൾ ഈ സംഭവമൊക്കെ വന്നതിന് പിന്നാലെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറേ പേര് കണ്ടു കാണുമായിരിക്കും. ഈ കുഞ്ഞിൻ്റെ അമ്മയും കൂടി ഒരു ക്യാഷ് ചാലഞ്ചിൽ പങ്കെടുക്കുന്ന ഒരു വീഡിയോ. അതിപ്പം ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം വൈറലാണ്. ആ സമയത്ത് ഈ കുഞ്ഞിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന ഫോട്ടോ ഇല്ലേ, അതേ ഡ്രസ്സിട്ട് അതേ രണ്ട് കൈയിലും ഈ ബാൻഡേജൊക്കെ ഇട്ടിട്ട് ആ കുഞ്ഞ് അമ്മയുടെ കൂടെ ഉണ്ട്. അപ്പം ഈ ചാലഞ്ചിന് വരുന്ന ആളിനോട് അമ്മ പറയുന്നതുണ്ട് കൊച്ച് സൈക്കിളിൽ നിന്ന് വീണതാണ് എന്ന്. ഇങ്ങനെയാണ് ഇവരെല്ലാവരെയും പറയുന്നതും പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതും ഒക്കെ. പക്ഷേ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിലൊക്കെ 51 മുറിവുകളെന്നൊക്കെ പറഞ്ഞാൽ അത്
നമുക്ക് തന്നെ ഇത്രയൊക്കെ പ്രായവും വയസ്സും ഒക്കെ ആയിട്ടും ഒരു ചെറിയ തട്ടലോ മുട്ടലോ ഒക്കെ വന്നാൽ എന്ത് വേദനയായിരിക്കും അല്ലേ? എങ്ങനെയാണ് നമ്മൾ അതിനൊക്കെ സഹിക്കണേ? ഞാനൊക്കെ ഇത്രയും പ്രായമായിട്ടും എനിക്ക് മറ്റേ ഇഞ്ചക്ഷനൊക്കെ പേടിയായത് കാരണം ഇപ്പോഴും ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇത്രയും മുറിവും വേദനയും പ്രയാസവും ഒക്കെ അത് സഹിച്ചു. ആ കുഞ്ഞ് ഇത്രയും ക്രൂരതയ്ക്ക് ഇരയാകുന്നത് അതിൻ്റെ അമ്മ നോക്കി നിന്നു, അമ്മയ്ക്കും അതിൽ പങ്കുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ മനസാക്ഷി ഇതിൽ പരം മരവിച്ച് പോകുന്നത് എങ്ങനെ? ഇത്രയും ക്രൂരന്മാരാകാൻ മനുഷ്യർക്ക് എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ട